കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പുറത്ത് ഇറക്കും. പിന്നെ AICCയുടെ ചില നടപടിക്രമങ്ങളുണ്ട്. കേരളം മാത്രമല്ലോ, മറ്റ് ഇന്നലെ CEC ചർച്ച ചെയ്ത സ്റ്റേറ്റുകളുടെ കാര്യം കൂടി ചേർത്ത് ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. കേരളത്തിൽ എല്ലാ കാര്യങ്ങളും യോജിച്ച് ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. UDF ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതെല്ലാം സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ലിസ്റ്റ് ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത്. CPM ഇടതുമുന്നണിയും പരാജയപ്പെടുത്താൻ കഴിവുള്ള പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഞങ്ങൾ നിർത്തുന്നത്. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനുമെതിരായ ജനവികാരം വളരെ ശക്തമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അനുകൂലാവസ്ഥ ഇന്ന് കേരളത്തിൽ UDFനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. BJP എന്തായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ചർച്ചകളിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. പേര് എനിക്കിവിടെ പറയാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു പത്മജ കൊണ്ട് കോൺഗ്രസിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഞങ്ങൾ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല. അനിൽ ആന്റണിയും പത്മജയും ഒക്കെ പോയതൊന്നും കോൺഗ്രസിന് ഒരു ചെറിയ പോറൽ പോലും വെക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വടകരയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു കെ മുരളീധരൻ നടത്തിയത്. ഇപ്പോൾ തൃശൂരിൽ അദ്ദേഹത്തിന്റെ ചുവരെഴുത്ത് തുടങ്ങി. തൃശൂരിലേക്ക് കെ മുരളീധരൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. നമുക്കറിയാമല്ലോ, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നവരെ ആരും സ്ഥാനാർത്ഥിയല്ല. അവിടെ മുരളീധരൻ MP ആയിരുന്നത് കൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും അവിടെ ശ്രദ്ധിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അവിടെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെ മത്സരിക്കണം, ആര് മത്സരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയാണ്. അതാണ് ഇന്നലെ ചേർന്നത്. അത് ചേർന്ന് ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ലിസ്റ്റ് കൊടുത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അപ്രൂവലോട് കൂടിയാണ് ഇത് പുറത്തു വരാറുള്ളത്. അതുവരെ ആരെ പറ്റിയും നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം ചെറുപ്പക്കാരാണെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. അപ്പം ചെറുപ്പം എന്ന് പറഞ്ഞാൽ 70 കഴിഞ്ഞതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഏതായാലും വളരെ ശക്തരായ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഇത്തവണ വീണ്ടും മത്സരിപ്പിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം അറിയാൻ പറ്റും. അത് പറയാനുള്ള അധികാരം എനിക്കില്ല.